الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ഒരു സ്വഭാവം എന്നുള്ളത് സമൂഹത്തിൽ കാണുന്ന ഏതെങ്കിലും വ്യക്തികളെ മാതൃകയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് മാതൃകയാക്കുന്ന പല വ്യക്തിത്വങ്ങളും ഏതെങ്കിലും വിഷയത്തിൽ അവർ ഉന്നതരാണെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നവരാകും. സ്വഭാവ സംസ്കരണ രംഗത്ത്, കുടുംബജീവിതത്തിൽ, മറ്റു മേഖലകളിലെല്ലാം ന്യൂനതകൾ ഉള്ളവരായേക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃക നിങ്ങൾക്കുണ്ട്.
ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രതിപാദിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് കൈമാറുന്ന ചില ആശയങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഉമ്മത്തിന് താങ്ങായിരുന്നു, തണലായിരുന്നു. എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബത്താണ് ഈ ഉമ്മത്തിന് താങ്ങും തണലുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിൻ്റെ ജീവിതം എന്നുള്ളത് അത്രയും സുന്ദരമായിരുന്നു എന്നുള്ളതാണ്. മുൻഗാമികളായിട്ടുള്ളവർ പരിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ മക്കളെ സ്വഹാബത്തിനെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തൻ്റെ മക്കളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശ്രേഷ്ഠത, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശ്രേഷ്ഠത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീൻ, അവരുടെ പ്രത്യേകതകൾ, അവരുടെ മഹത്വങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ, ഇവയൊക്കെ നമ്മുടെ മുൻഗാമികൾ കാന സലഫു യുഅല്ലിമൂന ഔലാദഹും, അവരവരുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ, മക്കളെ പഠിപ്പിക്കും. അബൂബക്കർ എങ്ങനെയാ, ഉമർ എങ്ങനെയാ, ഉസ്മാൻ എങ്ങനെയാ, അലി എങ്ങനെയാ, സുബൈർ ഇബ്നുൽ അവ്വാം എങ്ങനെയാ, സഈദ് എങ്ങനെയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എങ്ങനെയാണ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മുടെ മുൻഗാമികൾ ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് സ്വഹാബി എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണോ? അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം സംസാരിച്ചവരാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിശ്ചിത കാലയളവ് ചെലവഴിച്ചവരാണോ? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യത്തിനും മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ആരാണ് സ്വഹാബി എന്നുള്ളത്. ഇപ്പം നജ്ജാശി രാജാവിൻ്റെ മയ്യത്ത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നജ്ജാശിയെ നമ്മളാരും സഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. നമ്മളാരും സഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹിയിൽപ്പെട്ട, വഹി എഴുത്തുകാരിൽപ്പെട്ട ഒരു വ്യക്തിത്വം, നസാറ മതക്കാരനായിരുന്നു അദ്ദേഹം. മഹാനായ സ്വഹാബി വര്യൻ അനസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു എന്നു മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലെ അധ്യാപനങ്ങൾ സൂറത്തുൽ ബഖറയും ആലു ഇംറാനുമൊക്കെ എഴുതി വെക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തി അവസാന കാലഘട്ടത്തിലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു പരത്തുന്നുണ്ട്, ഞാൻ എഴുതി കൊടുത്തതാണ് മുഹമ്മദ് പ്രചരിപ്പിക്കുന്നത്, മുഹമ്മദിന് സ്വന്തമായിട്ടൊരു അറിവില്ല. ആ വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തിയെ നസാറാ മതത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവർ മറമാടുന്നുണ്ട്. അതേ പിറ്റേ ദിവസം നോക്കിയപ്പോ ആ വ്യക്തിയുടെ മയ്യത്ത്, ആ ശവം പുറം തള്ളിയിട്ടുണ്ട്. പിന്നീടും അവർ മറമാടി, പിന്നീടും പുറന്തള്ളി, പിന്നീടും ആഴത്തിലുള്ള കുഴികളെടുത്ത് അവർ മറമാടുന്നുണ്ട്, പിന്നീടും പുറന്തള്ളി. ലാസ്റ്റ് മദീന പള്ളിക്ക് ചാരത്തുള്ള ഒരു കല്ലിൻ്റെ കൂട്ടത്തിലേക്ക് ആ വ്യക്തിയെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രാധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെയും പ്രവാചകനോടൊപ്പം കണ്ടിട്ടുണ്ട്, പ്രവാചകനോടൊപ്പം സഹവസിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത വഹീൻ്റെ അധ്യാപനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തിയെയും നാം സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. അല്ലെങ്കിൽ മദീനക്കാർ സ്വഹാബികൾ, മക്കക്കാർ സ്വഹാബികൾ, അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. പിന്നെ ആരാണ് സ്വഹാബി വര്യൻ? മഹാനായ ഇബ്നു അജ്ർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ് സ്വഹാബി വര്യൻ എന്ന് പരിചയപ്പെടുത്തുകയാണ്. മല്ലഖിയ റസൂലല്ലാഹ്,
അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തി എന്നല്ല, അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടുമുട്ടുകയാണ്. എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? മുഅ്മിനം ബിഹി, മുഅ്മിനായി കൊണ്ട് കണ്ടുമുട്ടുകയാണ്. അത് മാത്രം മതിയോ പ്രിയപ്പെട്ടവരെ? വമാത അലൽ ഇസ്ലാം, മുസ്ലിമായി കൊണ്ട് ഇസ്ലാമിൻ്റെ പാവനമായ ആശയത്തിൽ അടിയുറച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുകയാണ്. അവനാണ് ആര് പ്രിയപ്പെട്ടവരെ? സ്വഹാബി വര്യൻ എന്നുള്ളത്. അതല്ലാത്തവരൊക്കെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പല വ്യക്തിത്വങ്ങളുണ്ട്. മുസ്ലിമായവരുണ്ട്, റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചവരുണ്ട്. പക്ഷെ അവരൊന്നും സ്വഹാബാക്കളുടെ പരിധിയിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. ഈ സ്വഹാബാക്കൾ എന്നുള്ളത് പ്രവാചകനോടൊപ്പം ജീവിച്ചവരാ, പ്രവാചകനെ കണ്ട് ജീവിച്ചവരാ, പ്രവാചകന്റെ ചാരത്ത് ജീവിച്ചവരാ, പ്രവാചകന്റെ വാമൊഴികള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അങ്ങേയറ്റം താല്പര്യത്തോടെ മുന്നേറിയവരാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉസൂലുസുന്ന എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ തുടക്കം കുറിക്കുന്നത് തന്നെ ഉസൂലുസുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ അസ്ഹാബു റസൂലില്ലാഹ്, സുന്നത്തിൻ്റെ ആധാരം എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ മുറുകെ പിടിക്കലാണ് എന്ന. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണേ. തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ മുറുകെ പിടിച്ചോ എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും മാതൃക. നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോ എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും മാതൃക. പ്രിയപ്പെട്ടവരെ, ആരാണത്? മുഹാജിരിങ്ങളുണ്ട്, അൻസാറുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചില്ലേ, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരിങ്ങളും അൻസാറുകളും മുൻകടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാ മുഹാജിരിങ്ങൾ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരാണെങ്കിൽ ആരാണ് പ്രിയപ്പെട്ടവരെ? അൻസാറുകള്, മദീനക്കാരാണ്. ആ മുഹാജിരീങ്ങളെ സ്നേഹത്തോടെ ആലിംഗനത്തോടെ ക്ഷണിച്ചവരാണ്, സ്വാഗതം ചെയ്തവരാണ്. ഇവരല്ലാത്തവരുമുണ്ട് ആരുടെ കൂട്ടത്തിൽ? സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ. ഭൂരിപക്ഷം മുഹാജിരീങ്ങളും അൻസാറുകളാണ്. ഇവരല്ലാത്തവരുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഒരു വിഷമമുണ്ടാകരുത് എന്ന നിലയ്ക്ക് പ്രവാചകൻ ചേർത്തി പിടിച്ച് പറയുന്നുണ്ട്, സൽമാൻ എൻ്റെ കൂട്ടത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവരും സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ സ്വഹാബത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതം അതിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ, ബുദ്ധിമുട്ടിൻ്റെ നേരങ്ങളിൽ, സങ്കടത്തിൻ്റെ നേരങ്ങളിൽ, അല്ലെ സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന നേരങ്ങളിൽ, മറ്റോ ദീനിൻ്റെ വിഷയത്തിൽ ഭയപ്പെടേണ്ട രംഗങ്ങളിൽ, അങ്ങനെ എല്ലാ രംഗങ്ങളിലും ആ സ്വഹാബത്തിൻ്റെ മാതൃക നമുക്ക് പിൻപറ്റുമ്പോൾ ഏറ്റവും സുന്ദരമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അവരൊക്കെ പോയ അതേ സ്വർഗത്തിലേക്കല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കും പോകാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയ സ്വർഗം മറ്റൊന്നും, നമ്മൾ പോയ സ്വർഗം മറ്റൊന്നുമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗീയ രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുമ്പേ നടന്നുപോയവരെ, നമ്മുടെ മുമ്പേ ജീവിച്ചവരുടെ ആ മാതൃക പിൻപറ്റുമ്പോഴാണ്. നോക്കിയേ നിങ്ങളെ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ പോകേണ്ട സാഹചര്യം വരികയാണ്. ഹിജ്റ പോകേണ്ട സാഹചര്യം, അബൂ സലമ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയേണ്ടത്, വമാ മഈ അഹദും മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരും എന്നോടൊപ്പല്ല. എവിടുന്നാ പോകുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക്. എന്തിൻ്റെ പേരിലാ പോകുന്നത്? അല്ലാഹുവിൻ്റെ കൽപ്പനയുടെ പേരിൽ. എങ്ങനെയാ പോകുന്നത്? ശീതീകരിച്ച വാഹനങ്ങളില്ല, സുന്ദരമായ പരവതാനി വിരിച്ച റോഡുകളില്ല,
കാടും കല്ലുകളും കുന്നുകളും മലകളും താണ്ടിക്കൊണ്ട്, ഭീകരമായ ദുർഘടമായിട്ടുള്ള വഴികൾ താണ്ടിക്കൊണ്ട് ഒറ്റക്ക് പോവുക. എന്തിനാ പോയി എന്ന് ചോദിച്ചാൽ അള്ളാഹിൻ്റെ കൽപ്പന ശിരസാവഹിക്കണം, നെഞ്ചിലേറ്റണം എന്നൊരു ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം ഹിറയുടെ വലുപ്പം എത്രയാണ്, സൗറിലേക്കുള്ള ദൂരം എത്രയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഉംറക്കോ ഹജ്ജിനോ പോകുമ്പോൾ ഒന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ കിതച്ച് ക്ഷീണിച്ച് പ്രയാസപ്പെടുന്നവരല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒറ്റക്ക് പോവുക. നോക്കിയേ നിങ്ങള്, കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിന് ഹിജറക്കുള്ള അനുമതി ലഭിക്കുകയല്ലേ, അള്ളാഹുവിൻ്റെ റസൂലിന് ഹിജറക്കുള്ള അനുമതി ലഭിക്കുകയല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. എങ്ങനെ പോണ്? തൻ്റെ കുടുംബമില്ല, തൻ്റെ സ്വത്തില്ല, തൻ്റെ ധനമില്ല, ഒന്നുമില്ല, ഒറ്റക്കാണ്. അതുകൊണ്ട് റഫീഖു റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞത് അല്ലേ. എനിക്കൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പവിത്രതയാണ് അറിയിക്കുന്നത്. അങ്ങനെ അനുമതി ചോദിക്കുകയാണ്. റസൂലേ, അള്ളാഹിനോട് ചോദിക്കോ, അബൂബക്കറിനും മരണമെന്നുള്ള ആഗ്രഹം അള്ളാഹിനോടൊന്ന് പറയോ റസൂലേ? അങ്ങനെ അനുമതി കിട്ടുക. അനുമതി കിട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇബ്നു ദുഗന്ന എന്ന് പറഞ്ഞ ഒരു ജൂതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം തടയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ. അബൂബക്കറെ, ഈ മക്കയെ ആഗോളതലത്തിൽ അറിയിക്കാൻ വലിയ പരിശ്രമം താങ്കളുടെ പക്കൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. താങ്കൾ മക്ക വിട്ടു പോകരുത്. പറയുന്നതാരാ? ഒരു അവിശ്വാസിയാണ്. പറയുന്നതാരാ? ഇബ്നു ദുഗന്നയാണ്. പ്രിയപ്പെട്ടവരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സുന്ദരമായ സ്വഭാവത്തെ മറ്റു മതസ്ഥരിൽപ്പെട്ട ഒരു വ്യക്തിത്വം അവിടെ പ്രതിപാദിക്കുകയാണ്, അവിടെ പറയാണ്, താങ്കൾ വിട്ടുപോകരുത്, താങ്കൾ ഞങ്ങൾക്ക് അത്ര സ്നേഹനിധിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ആ ജൂതൻ തടഞ്ഞു നിർത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോകാൻ ഏറെ താല്പര്യപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യാത്ര തിരിക്കുകയാണ്. അസ്മാ റളിയല്ലാഹു തആല അൻഹ അല്ലേ ഭക്ഷണം കൊണ്ടുകൊടുക്കുക. ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് എവിടുക്ക? സൗർ ഗുഹയിലേക്കല്ലേ പ്രിയപ്പെട്ടവരെ. എത്ര മണിക്കൂറുകൾ താണ്ടണം സൗർ ഗുഹ കയറാൻ. തൻ്റെ വസ്ത്രം തൻ്റെ അരപ്പട്ട പകുതിയാക്കിക്കൊണ്ട് പാതിയാക്കിക്കൊണ്ട് പകുത്തിക്കൊണ്ട് അവ ഒന്നുകൊണ്ട് തൻ്റെ വസ്ത്രം കെട്ടുകയും മറ്റൊന്നുകൊണ്ട് തൻ്റെ ആ ഭക്ഷണത്തളിക പിടിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്, അസ്മാ റളിയല്ലാഹു തആല അൻഹ ചെയ്ത ഈ ഒരു പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്നും നമ്മൾ ചരിത്രാധ്യാപനങ്ങളിലൂടെയും മറ്റുമൊക്കെ അയവർക്കുകയാണ്, സ്മരിക്കുകയാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ നിസാരമായി ചെയ്ത ചില കാര്യങ്ങളാകാം പടച്ചോൻ്റെ അടുത്ത് രേഖപ്പെടുത്തുക. ഇന്ന് വഹിയില്ലാത്തതുകൊണ്ട് നേരാണ് ഇറങ്ങൂല എന്ന് മാത്രം. നമ്മൾ ചെയ്ത നിസ്സാരമായ കാര്യങ്ങൾ അത് പടച്ചോൻ്റെ അടുത്തുണ്ടാവും. അസ്മാ റളിയല്ലാഹു തആല അൻഹ ഈ ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോൾ അത് ഇന്നും നമ്മൾ സ്മരിക്കുന്നുവെങ്കിൽ റളിയല്ലാഹു തആല അൻഹ എന്ന് റബ്ബേ റിളയുണ്ടാകണേ, തൃപ്തി ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ചെയ്ത കർമ്മങ്ങളായിരുന്നു അതിനെയെല്ലാം പ്രേരണയായത് എന്നൊരു ഉത്തമ ബോധ്യവും ചിന്തയും നമ്മുടെ പക്കൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി സഹാബത്തിൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു, പലപ്പോഴും സുഹൈബ് റൂമി എന്ന് പറയുമ്പോൾ റോമക്കാരനാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ പക്കൽ നിന്ന് കടന്നു വരലുണ്ട്. ഒരിക്കലും അദ്ദേഹം റോമക്കാരനല്ല. അദ്ദേഹം മക്കയിൽ ജനിച്ചു വളർന്ന വ്യക്തിത്വം തന്നെയാണ്. ആ മക്കയിൽ നിന്ന് റോമയിലേക്ക് പോയ വ്യക്തിയാണ് ചെറിയ പ്രായത്തിലെ സുഹൈബ് റൂമി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം കുറച്ച് പ്രായമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നിട്ട് ധനാഢ്യന്മാരിൽ ധനാഢ്യനാകുന്നുണ്ട്, നല്ല സമ്പന്നനാകുന്നുണ്ട്. അങ്ങനെ ആ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിന് ഹിജ്റയ്ക്കുള്ള അനുമതി ലഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മക്കയിൽ വന്നിട്ടാണ് സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു ധനാഢ്യനായിട്ടുള്ളത്, സമ്പന്നനായിട്ടുള്ളത്. മക്കക്കാർ തടഞ്ഞു. അഥീന സഅലൂകൻ ഫഖസുറ മാലുനാ. സുഹൈബേ, നീ റോമയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നീ ദരിദ്രനായിട്ടാണ്, സഅലൂക്കായിട്ടാണ് കടന്നു വന്നത്. ഫഖസുറ മാലുനാ, ഇവിടെ വെച്ചാണ്, ഞങ്ങളുടെ മക്കയിൽ നിന്നാണ് സുഹൈബേ നീ ധനാഢ്യനായത്, നീ സമ്പന്നനായത്. നീ ധനാഢ്യനും നീ സമ്പന്നനായ ഇവിടെ വെച്ചിട്ടാ. അതുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് സുഹൈബേ നീ പോകൂലെന്ന് പറഞ്ഞപ്പോൾ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു നിർത്തുകയാണ് അവര്. അങ്ങനെ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഖളാഉൽ ഹാജാത്ത്, മലമൂത്ര വിസർജനം നടത്തണമെന്ന പേരിൽ 2-3 തവണ പുറത്ത് ചാടാൻ നോക്കി, സമ്മതിച്ചില്ല. പിന്നെയും ആവശ്യം പറഞ്ഞപ്പോൾ എന്നാ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. എവിടേക്ക്? ഈ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇവർ പറഞ്ഞു ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്തക്കേട് തട്ടിയതാവും. ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്തക്കേട് തട്ടിയ ഒന്നാണ് പൊയ്ക്കോട്ടെ, അവിടെ പോയി തൊരഞ്ഞോട്ടെ എന്ന് പറയലോ, ആ പ്രയോഗം. അങ്ങനെ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു മക്ക വിട്ട് പോകാൻ നിൽക്കവേ പിന്നീടും അദ്ദേഹത്തെ തടയുകയാണ്. എന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സുഹൈബിൻ്റെ അടുത്തുള്ള ഈ അമ്പുകളെ സുഹൈബ് പ്രയോഗിക്കും. സുഹൈബിൻ്റെ സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സുഹൈബിൻ്റെ സമ്പത്ത് മക്കയിലെ കുടിലോരങ്ങളിൽ നിറഞ്ഞ് തുളുമ്പിക്കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. അങ്ങനെ ഒന്നുമില്ലാതെ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു മക്ക വിട്ട് പ്രിയപ്പെട്ടവരെ മദീനയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ പറ്റി പറഞ്ഞത് അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അവ അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. താഴ്വാരത്തിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയാരാമത്തിൽ ശാശ്വതരായിരിക്കും അവർ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം കാഴ്ചവെച്ച നന്മകളുടെ പൂക്കാലം കൊണ്ടാണ് അവരെ പറ്റിയിട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞതെങ്കിൽ നോക്കിയേ നിങ്ങൾ, സഹാബത്തിനെ പറ്റി ഇന്നും ആക്ഷേപിക്കുന്ന, ഇന്നും കളിയാക്കുന്ന, ഇന്നും പരിഹസിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ ഇന്നുമുണ്ട്. ഒരിക്കല് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ദീർഘമേറിയ ഒരു ഹദീസുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. ഉസ്മാൻ ഇങ്ങനെയല്ലേ അന്നു മുതലേ തുടങ്ങിയിട്ടുണ്ട് സഹാബത്തിൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു കാട്ടുകള്ളനാണെന്ന് പറയുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെയാണെന്ന് പറയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ലഭിക്കേണ്ട നുബുവത്ത്, ആ ഒരു പദവി, ആ ഒരു ദറജ തട്ടിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് ഷിയാക്കളുടെ വിഭാഗക്കാർ, അങ്ങനെ മറ്റു പല ആളുകൾ സലഫികളെന്ന് പറയുന്നവരിൽ പോലും ചില സ്വഹാബത്തിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമായി കൊണ്ടാണ്, മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരുടെ ആ ഒരു സ്വഭാവ ഗുണമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്തുമൊക്കെ പരിചയപ്പെടുത്തി തന്നതെങ്കിൽ നോക്കിയേ നിങ്ങൾ, അള്ളാഹു പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ആ മുഹമ്മദിനോടൊപ്പമുള്ളവർ കുഫാറുകളോട്, സത്യനിഷേധികളോട് കാർക്കശ്യം വെച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ അവർ പരസ്പരമോ റുഹമാഉ ബൈനഹും, അവർ പരസ്പരം അന്യോന്യം ദയാലുക്കളുമാണ്. ഇത് സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ദീന് അല്ലാതെ ജീവിക്കുന്നവരോട് ശക്തമായ കാർക്കശ്യം അവർക്കുണ്ടായിരുന്നുവെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹാത്തിം ഇബ്നു അബീ ബൽത എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്കം ഫതഹിന്റെ ഭാഗമായിട്ട് മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹുവിൻ്റെ കുടുംബമുണ്ട്, സ്വത്തുണ്ട് അവിടെ. അപ്പോൾ റസൂലുള്ളാഹി സഹാബത്തിനെയും മൊത്തത്തിൽ ഇകഴ്ത്തണമെന്നോ മൊത്തത്തിൽ പരാജയപ്പെടുത്തണമെന്നോ ചിന്തയൊന്നും ഹാത്തിമിനില്ല. തൻ്റെ കുടുംബം അവിടെ ഉണ്ട്, ഓലൊന്ന് അറിയിക്കണം, അവരെ ഒന്ന് അറിയിക്കണമെന്ന പേരിൽ ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹു തആല അൻഹു ഉമ്മു സാറ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുക. ആ കത്ത് കൊടുത്തിട്ട് വഹി അള്ളാഹുവിൻ്റെ റസൂലിന് വഹി കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ ഹാത്തിമിൻ്റെ ഭാഗത്തുനിന്ന് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഹാത്തിം റളിയല്ലാഹുവിൻ്റെ ചിന്ത എന്താ, ആ വീട്ടുകാരെ മാത്രം അറിയിക്കണം, പക്ഷേ അതെല്ലാവരും അറിഞ്ഞ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം തകരാൻ കാരണമാണ് എന്ന വഹി ഇറങ്ങിയിട്ട് ഉമ്മു സാറയെ പിടിച്ച് അവരുടെ കത്ത് അവരിൽ നിന്ന് എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാത്തിം ബിൻ അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ ഹാജരാക്കുകയാണ്. അപ്പോൾ ഹാത്തിം ബിൻ അബീ ബൽത റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, നിങ്ങൾ പെട്ടെന്ന് എൻ്റെ മേലിൽ ഒരു വിധി നടപ്പിലാക്കരുത് കേട്ടോ, പെട്ടെന്ന് എൻ്റെ മേലിൽ ഒരു വിധി നിങ്ങൾ നടപ്പിലാക്കരുത്. പക്ഷെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ദഅനി യാ റസൂലല്ലാഹ്, ഈ മുനാഫിക്കിന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാന്റെ ദീനിനോട്, ദീനിന്റെ വിഷയങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം. അവർ ദീനിന്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ വെമ്പൽ കൊണ്ട, അവരങ്ങേയറ്റം താല്പര്യപ്പെട്ട ഒട്ടനവധി ചരിത്രങ്ങളും മറ്റുമൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആ സഹാബത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പഠിക്കണം. സഹാബത്തിനെ, ആ ജീവിതം പ്രാവർത്തികമാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞത്, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദമാ. നിങ്ങൾ ആരെയെങ്കിലും മാതൃകയാക്കാൻ, ആരെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്വഹാബത്തിനെ പിൻപറ്റിക്കട്ടോ. കാരണം അവരെങ്ങനെയാണ്, കാനൂ അബർഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം ചെയ്യുന്നവരാണേ അവർ. അങ്ങേയറ്റത്തെ അറിവുള്ളവരാണ് അവർ. നാട്യങ്ങളില്ലാത്തവരാണ് അവർ. ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്നവർ, ഏറ്റവും സുന്ദരമായി ജീവിക്കുന്നവർ നിങ്ങൾ മാതൃകയാക്കുകയാണെങ്കിൽ ആ സ്വഹാബത്തിനെ മാതൃകയാക്കിക്കോ. കാരണം ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹ് ലിസുഹ്ബത്തിൻ നബിഹി വലിഇഖാമത്തി ദീനിഹി. അള്ളാഹ് തെരഞ്ഞെടുത്ത കൂട്ടരാ. അവരെ ഉമറുണ്ട്, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ വിജയിപ്പിക്കണേ എന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തു അള്ളാഹ്. അബൂബക്കറിനെ പോലെ ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹ് തെരഞ്ഞെടുത്തു. ഉസ്മാന്റെ കാലഘട്ടത്തിൽ പലരുമുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തു. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹ്, അള്ളാഹ് തെരഞ്ഞെടുത്തവരവർ. എന്തിനെ? ലിസുഹ്ബത്തിൻ നബിഹി, പ്രവാചകനോടൊപ്പമുള്ള സഹവാസത്തിന് വേണ്ടി. വലിഇഖാമത്തി ദീനിഹി, ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ധ്വജവാഹകരാകാൻ വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്തവരാ ആ സഹാബത്തിനെ എന്ന് പറയുമ്പോൾ ആ സഹാബത്തിനെ മാതൃകയാക്കാനാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സ്വഹാബത്ത് പോയ സ്വർഗത്തിൽ വിരാജിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച്
ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സന്തത സഹചാരികളായ സ്വഹാബത്ത് ആരാണ് എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അവരുടെ സ്മരണകൾ, അവരുടെ ഓർമ്മകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുമ്പോൾ പാവനമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ പല പരീക്ഷണങ്ങളും പല പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അവിടെ മനുഷ്യൻ നിസാരനാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയെപ്പോലെ എല്ലാ രംഗത്തും എല്ലാ കഴിവും എല്ലാ സന്നാഹവും ഉണ്ടായിരുന്ന വലിയൊരു രാജ്യം, ഒട്ടനവധി സംസ്ഥാനങ്ങളും എല്ലാവിധ സെക്യൂരിറ്റി പവറുമുള്ളൊരു രാജ്യം നിസ്സഹായതയുടെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു അധ്യാപനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവാണ് ഖാദിർ, അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് മാലിക് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് പരീക്ഷണമാകട്ടെ ശിക്ഷയാകട്ടെ, എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയൊരായത്തുണ്ടല്ലോ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും എന്നല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് അവരെ ആസ്വദിപ്പിക്കും. അത്തരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് ഇട്ടുകൊടുക്കും. ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷകൾ അവർക്ക് കടന്നു വരുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യർജിഊൻ, മടങ്ങുന്നതിന് വേണ്ടിയാണ്, തൗബ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ബനു ഇസ്രായേലുകാരെ സംബന്ധിച്ചിടത്തോളം എത്ര തവണ പ്രിയപ്പെട്ടവരെ അവരെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട് അല്ലേ? പ്ലീഹ കൊണ്ട്, പേന് കൊണ്ട്, അങ്ങനെ ഒന്നും അവർ മടങ്ങാതായപ്പോൾ അല്ലാഹു എത്ര വലിയ ശിക്ഷകളാണ് അവർക്ക്. സമൂത് ഗോത്രത്തിനാകട്ടെ, അങ്ങനെയുള്ള ഓരോ ഗോത്രങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഒരുപാട് ഇളവുകളും ഒരുപാട് മാറാനും ജീവിതത്തിൽ മാറ്റം വരുത്താനുമുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ അത് ഉൾക്കൊള്ളാതായപ്പോഴാണ് പലപ്പോഴും വലിയ വലിയ ശിക്ഷകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തെ അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ ഈ കേരളക്കരയുടെ മണ്ണിലും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ട് പോലുമില്ലാത്ത പ്രത്യാഘാതങ്ങൾക്കും ഇടയും സാഹചര്യത്തിനുമൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ പാത്രീഭൂതരായിട്ടുണ്ട്. നമ്മൾ അതിന് അർഹരായിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. നമ്മൾ മടങ്ങണം. അവിടെ നടന്നു ഇവിടെ നടന്നു എന്നുള്ളതിനപ്പുറം പടച്ച റബ്ബേ, ഞങ്ങളുടെ ഭാഗത്ത് വല്ല കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരണേ. അവിടെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു ചിന്തയാകണം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലാണ് ബാധിക്കുക. അവിടെ നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ തിന്മകളാണ് കൂടുതലെങ്കിൽ അവിടെ അല്ലാഹു ശിക്ഷ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കി കൊടുക്കുമെന്നുള്ളതാണ്. അത് എല്ലാ
എല്ലാവരെയും ബാധിക്കും. അത് നല്ലവരെയും ചീത്തവരെയും ഒക്കെ ബാധിക്കും. പിന്നെ നല്ലവരെ എന്തിനു ബാധിക്കും എന്നുള്ള ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ അവർ ഇവിടെ അനുഭവിച്ച പ്രതിസന്ധിക്കും പ്രയാസത്തിനും സ്വർഗീയാരാമത്തിൻ്റെ സുന്ദരമായ ലോകം നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ മോശപ്പെട്ട മ്ലേച്ഛതകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടുകുടുംബവും എൻ്റെ ആദർശ കൂട്ടായ്മകളും ഇല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുകില്ല, റബ്ബിനെ തൃപ്തി ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുന്നേറുമെന്നൊരു ചിന്ത, അതിനനുസരിച്ചൊരു പ്രവർത്തനം, അതിനനുസരിച്ചൊരു ദഅവത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഉമ്മ ഏറെ പ്രയാസപ്പെട്ട് ക്രിട്ടിക്കലായൊരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി ആ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, പൂർണ്ണാരോഗ്യം നൽകണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, പടച്ചറബേ, അവരുടെ ആ സാമ്പത്തിക കുടിസത ആ സാമ്പത്തിക കുടിസത പരിഹരിക്കണേ അല്ലാ. പടച്ചറബേ, ദീന് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാർക്ക്, പണ്ഡിതന്മാർ പലരും ഖബറിലാണ്, ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوة ويا قاضي الحاجات. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.